ചീഫ് സെക്രട്ടറിക്കെതിരെ വീണ്ടും വിമർശനവുമായി എൻ പ്രശാന്ത് IAS. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിമർശനം. ഫണ്ട് മുക്കിയതോ അപഹരിക്കുന്നതോ തെറ്റല്ല, അത് പുറത്തു പറയരുത്, ഇതാണ് പുതിയ ഭരണപരിഷ്കാരമെന്ന് എൻ പ്രശാന്ത്. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, വീണ്ടും വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എൻ പ്രശാന്ത് IAS. ഫേസ്ബുക്ക് പോസ്റ്റിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അമൽ, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഡോക്ടർ ജയതിലകിനെതിരെ രൂക്ഷ വിമർശനമാണ് എൻ പ്രശാന്ത് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയാണ് ജയതിലക്. അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനം മുൻപും ഈ എൻ പ്രശാന്ത് പറഞ്ഞിരുന്നു. അതേപോലെ ഇപ്പോൾ വീണ്ടും ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റിലൂടെയാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് എൻ പ്രശാന്ത് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത്, ഇദ്ദേഹം കഴിഞ്ഞ വർഷം എന്താണോ ഇദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരങ്ങൾ നൽകിയിരുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ്, കൃത്യമായ വിവരങ്ങളൊന്നും നൽകാതെ പണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും സ്വത്ത് വിവരങ്ങളിൽ നൽകിയിരിക്കുന്നത്. അതേപോലെ പാർട്ടിയിൽ എന്ത് ചെയ്താലും, പാർട്ടിക്കാരനായതുകൊണ്ട് തന്നെ പാർട്ടിയിൽ എന്ത് കള്ളത്തരം ചെയ്താലും എന്ത് തെറ്റ് ചെയ്താലും പാർട്ടി സംരക്ഷിക്കുമല്ലോ. കുറ്റം ചെയ്ത ആൾ കുറ്റം ചെയ്തു എന്ന് പുറത്തു പറയുന്ന ആൾക്കാണ് കൂടുതൽ പ്രശ്നമുണ്ടാകുന്നത്, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ കാര്യങ്ങളാണ് ഈ എൻ പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത്. അദ്ദേഹം പറയുന്ന ഫണ്ട് മുക്കിയതോ അല്ലെങ്കിൽ അപഹരിക്കുന്നതോ ഒന്നും തെറ്റല്ല, പക്ഷേ ഈ കള്ളത്തരങ്ങളെല്ലാം പുറത്ത് ആരാണോ പറയുന്നത് അവരാണ് യഥാർത്ഥ കുറ്റക്കാർ, അവർക്കെതിരെയാണ് സർക്കാർ നടപടിയെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന രീതിയിലാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇതിനു മുൻപും സമാന രീതിയിൽ എൻ പ്രശാന്ത് വിവിധ കാര്യങ്ങൾ ഈ ജയതിലക് അതുപോലുള്ള മറ്റ് ചീഫ് സെക്രട്ടറിമാരിൽ നിന്നുണ്ടായ തെറ്റുകുറ്റങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റും അതുപോലെ തന്നെ രംഗത്തെത്തിയിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു നടപടി ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യമാണ് പ്രശാന്ത് ഇവിടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സർക്കാർ രാഷ്ട്രീയ പാർട്ടി കണക്കെ നടത്താൻ ഭരണഘടന അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ വർഷം നൽകിയ അതേ സ്വത്ത് വിവര കണക്കുകൾ തന്നെയാണ് ഇത്തവണയും ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് സമർപ്പിച്ചിരിക്കുന്നത് എന്നുകൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ എൻ പ്രശാന്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ പോസ്റ്റ് മുൻപും നിരവധി പോസ്റ്റുകൾ പ്രശാന്തിന്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും ഈ പോസ്റ്റുകളും ഇദ്ദേഹത്തിനെതിരെ സർക്കാരിനെതിരെയുള്ള രൂക്ഷ വിമർശനം കൂടിയാണ്. തെറ്റ് കണ്ടെങ്കിലും തെറ്റ് കാണാത്ത മട്ടാണ്, തെറ്റ് കാണാതിരിക്കുക, കണ്ണടയ്ക്കുന്ന ഒരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. അമൽ, ചീഫ് സെക്രട്ടറിക്കെതിരെ വീണ്ടും വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എൻ പ്രശാന്ത് IAS. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിമർശനം. ഫണ്ട് മുക്കിയതോ അപഹരിക്കുന്നതോ തെറ്റല്ല, അത് പുറത്തു പറയരുത്, ഇതാണ് പുതിയ ഭരണപരിഷ്കാരമെന്നാണ് എൻ പ്രശാന്ത് IAS പറയുന്നത്. എന്തായാലും IAS തലപ്പത്തെ പോര് കേരളത്തിൽ അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് ശ്രീനന്ദ പങ്കുവച്ചത്.